ഹായ് ഓൾ അസ്സലാമലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. കോഴിക്കോടും കണ്ണൂരൊക്കെ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ കൂന്തൽ കിട്ടുമ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. പരീക്ഷിച്ച് നോക്കി, സംഗതി സൂപ്പറായിരുന്നു. ചെറിയ കൂന്തലായിരുന്നു കിട്ടിയിരുന്നത്. 1 കിലോ കൂന്തൽ വാങ്ങിയതിൽ നിന്നും കുറച്ച് മാത്രമേ ഞാൻ നിറച്ച് നോക്കുന്നുള്ളൂ. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന കാര്യമേ കുറച്ച് പണിയായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. കൂന്തലിൻ്റെ തലഭാഗം എടുത്ത് കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള കച്ചറയൊക്കെ മാറ്റിയെടുത്ത് ഇതിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ കളഞ്ഞെടുക്കണം. പെട്ടെന്ന് തന്നെ ഈ തൊലി മാറ്റിക്കളയാനും പറ്റും, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. ഓരോന്നിൻ്റെ അകത്തൊക്കെ മഷി ഉണ്ടാകാറുണ്ട്. നന്നായി വെള്ളത്തിൽ വെച്ച് കഴുകി എടുക്കണം, എന്നാലേ ഇത് ക്ലീൻ ആവുകയുള്ളൂ. കുറേ കൊല്ലം മുമ്പേ നമ്മൾ ഇതുപോലെ കൂന്തൽ നിറച്ച് കഴിച്ചിരുന്നതാണ്. അത് പക്ഷേ മസാലയല്ല, കല്ലുമ്മക്കായ്ക്കൊക്കെ നിറക്കുന്ന മാതിരി അരി നിറച്ചാണ് ഉണ്ടാക്കിയത്. തലഭാഗം മാറ്റി വെച്ചത് അതൊന്ന് അതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കണ്ണിൻ്റെ വശത്ത് നിന്നും കട്ട് ചെയ്തെടുക്കണം. കണ്ണിൻ്റെ ഭാഗം മാറ്റിയെടുക്കുകയും വാല് പോലുള്ള ഭാഗം, തൂങ്ങിക്കിടക്കുന്ന പോലുള്ള ഈ ഭാഗവും കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ കാര്യം ക്ലീനായി കിട്ടി. അങ്ങനെ കൂന്തലിനെ നമ്മൾ സുന്ദര കൊട്ടപ്പനായി കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചിറക് വശമാണ് മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചിറക് വശമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി കട്ട് ചെയ്ത് മസാലയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാം. ഞാൻ 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നായാലും മതി. 1 തക്കാളി ചെറുതായി ഇരിഞ്ഞതും, ഒരു 2-3 പച്ചമുളകും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു അരക്കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് ആ കൂന്തൽ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഭാഗവും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മസാല റെഡിയായി കിട്ടും. ഇനി ഒരു ചെറിയ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് തന്നെയോ ഇതിൻ്റെ അകത്തേക്ക് മസാല നിറച്ചു കൊടുക്കാം. ഇതുപോലെ മസാല നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലഭാഗം ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുക്കാം. ഇനി സ്റ്റീം ചെയ്യുന്ന തട്ടിലേക്ക് ഇതെല്ലാം തന്നെ വെച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് മാത്രം ആവി കയറ്റി എടുത്താൽ മതി. അധികം ആവി കയറ്റി എടുത്താൽ കൂന്തൽ ഒരു റബ്ബർ പോലെ ആയി കിട്ടും, ഹാർഡായി കിട്ടും. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂന്തലായി കിട്ടും. സ്റ്റീം ചെയ്യാനായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. ഇതിനൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് ഒന്ന് ഇതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ആവി വന്ന കൂന്തൽ മസാലയിലേക്ക് ചേർത്ത് വഴറ്റിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ കൂന്തൽ നിറച്ചത് റെഡി.